ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ്. ഞാനും അതും അത്യാവശ്യം ലേറ്റ് ആയിട്ടായി എണീറ്റ്. ഞാൻ എണീറ്റിന്റെ പുറകെ തന്നെ അതും എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനി അവനെ ഒന്ന് മുഖമൊക്കെ കഴിച്ച് അവന് പാലൊക്കെ കൊടുത്ത് ഇരുത്തിയതിനു ശേഷം കുറച്ച് ക്ലീനിങ് ഉണ്ട്. ക്ലീനിങ് എന്ന് വെച്ചാൽ പൊടിയെല്ലാം ഞാൻ തട്ടിത്തൂത്ത് ഹാളിലെല്ലാം. ഇനി കട്ടൻ കഴുകാൻ ഇടണം. ഹാളിലത്തെ കട്ടൻ തന്നെ അത്യാവശ്യം ഉണ്ട്. അപ്പം അതെല്ലാം കഴുകാനിട്ട് അത് ഉണങ്ങണ്ടേ. മഴ എപ്പോഴാ പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതെല്ലാം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം ഇനി ആദൂനെ പല്ലിയിപ്പിച്ച് അവന് ആഹാരമൊക്കെ കൊടുക്കണം. അങ്ങനെ ഞാൻ കൊണ്ടുപോയി അതെല്ലാം കുതിർത്ത് വെച്ചിട്ട് വന്നിട്ട് അതിനെ പല്ലിയിപ്പിക്കുകയാണെ. അപ്പം അവന് ആഹാരം കൊടുത്തിട്ട് ഞാനും കഴിച്ചിട്ട് കഴുകാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനെ പല്ലിയിപ്പിച്ചോണ്ടിരിക്കുകയാണേ. ആദ്യം ഇപ്പോൾ ഒറ്റയ്ക്ക് ഫുഡൊക്കെ കഴിച്ചോളും. അതുകൊണ്ട് അവനുള്ളത് പിച്ചിയിട്ട് പാത്രത്തിൽ കൊടുത്ത് അവന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ ഞാനും കഴിച്ചതിന് ശേഷം ഞങ്ങൾ കഴിച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി അടുക്കളയെല്ലാം ക്ലീൻ ആക്കി ഇട്ടു. അമ്മയില്ലായിരുന്നു, അതുകൊണ്ട് രാവിലത്തെ പരിപാടി എനിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തൂക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചുമ്മാ ജോലി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പാട്ട് വെച്ചതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിന് ചെറിയ ചുമയൊക്കെ ഉണ്ടായിട്ട് അവന് മരുന്നും കൊടുക്കണം, ആവിയും കൊടുക്കണം. അപ്പം അതെല്ലാം കഴിഞ്ഞ് തൂത്തും എല്ലാം ഇട്ടിട്ട് കട്ടൻ കഴുകിയിടാൻ പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടു. ഇനി വേണം എനിക്ക് തുണി കഴുകാൻ പോകാനായിട്ട്. അങ്ങനെ തൂത്തെല്ലാം കഴിഞ്ഞ് തുണി കഴുകിടാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തേ. കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും അത്യാവശ്യം നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ മഴയൊക്കെ ഒന്ന് തോന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കഴുകിയിട്ടിട്ട് അത് ഉണങ്ങിയും വേണം. അങ്ങനെ കുറച്ചു നേരം മഴ പെയ്തുകൊണ്ട് അവിടെ നിന്നേ. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ആ സമയത്ത് റൂമിൽ അലമാരയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് വിചാരിച്ചു. കാരണം അത് തുണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് അലങ്കോലമായിട്ട് ഇരുന്നായിരുന്നു. അപ്പൊ അതെല്ലാം പൊടി തട്ടി തൂത്തിട്ട് നന്നായിട്ട് മടക്കി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെ. മഴ തോരുമ്പോഴത്തേക്ക് പോയി തുണിയും കഴുകാലോ. അങ്ങനെ അത് കുറച്ച് ഒതുക്കി, ഫുള്ളായിട്ട് ഒതുക്കിയില്ല, കുറച്ച് ഒതുക്കി വെച്ചപ്പോഴത്തേക്കും മഴയൊന്ന് തോന്നും. അപ്പോഴത്തേക്കും ഞാൻ അത് കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ അതെല്ലാം കഴുകിട്ടതിന് ശേഷം ഇനി ബാക്കി അകത്ത് ഒതുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയി. അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും വൈകിട്ടായി. ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കൊല്ലത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുളിക്കാൻ പോവാണേ. അങ്ങനെ കുളിച്ചെല്ലാം വന്നിട്ട് ഒരു 3:30 ആകുമ്പോൾ ഇറങ്ങാമെന്നാ വിചാരിച്ചു. പക്ഷെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഞാനും അതും അച്ഛനും അമ്മയും ശ്രീഹരിയും കൂടെയാണ് പോകുന്നത്. അപ്പൊ ഞങ്ങള് ആദ്യമേ കൊല്ലത്ത് ചുമ്മാ ആശ്രമത്ത് ഫെസ്റ്റ് ഒക്കെ വന്നതെന്ന് നോക്കിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നല്ല ഏതെങ്കിലും കടയിൽ പോയിട്ട് തുണി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആശ്രമത്തെത്തിയേ. ഒരു 4:30 ആയപ്പോഴത്തേക്കും എത്തി. അപ്പം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പം ഇവിടെ ചുമ്മാ എല്ലാം ഒന്ന് നോക്കിയിട്ട് ഡ്രസ്സ് എവിടെന്നെങ്കിലും വേറെ കടയിൽ പോയി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എല്ലാം ഒന്ന് കയറി നോക്കി. ഒരുപാടുണ്ടല്ലോ അവിടെ. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കയറി നോക്കിയിട്ട് അവിടെ നിന്നൊന്നും വാങ്ങിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമർജ്യോതിയിലോട്ടാണ് പോയത്. അവിടുന്ന് സാരിയും ഷർട്ടും ഒക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അതും എല്ലാം എടുത്തിട്ട് പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡും ഒക്കെ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് അങ്ങനെ അടുത്ത് തന്നെ ഒരു കടയിൽ കയറി ഫുഡും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം എല്ലാവരും ഫുഡും ഒക്കെ കഴിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നാമത് ഞായറാഴ്ച ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ചിന്നക്കട എത്തി. ചിന്നക്കടയിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ട്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.